Hi dears, welcome back. This is fourth part of our online class for The Secret Diary of Adrian Mole, aged 13, 3 by 4 by Sue Townsend. In previous class, we had completed the entry dated Sunday, March 8th. As we know, it was Women's Day, so Adrian's mother had attended in an assertiveness training program, and after this, she reached the home and divided all housework into three to be distributed among those three members: his father, mother, and Adrian. Okay, next entry from Monday, March 9th. Commonwealth Day. Cleaned toilet, washed basin, and bath before doing my paper round. Came home, made breakfast, put washing in machine, went to school, gave Barry Kent his menaces money, went to Bert Baxter's, waited for social worker who didn't come, had school dinner, had domestic science, made apple crumble, came home. Yes, it was the first day after the division. He had to do all his housework today, and all works were mentioned here in diary. Firstly, he cleaned toilet, then washed basin and bath before doing his paper round. പേപ്പർ റൗണ്ട് എന്നാൽ പത്രവിതരണം. ദെൻ അതിനുശേഷം അവൻ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി, വാഷിംഗ് മെഷീനിൽ അവൻ്റെ ക്ലോത്ത്സ് അലക്കാൻ വേണ്ടി ഇട്ടു. ദെൻ സ്കൂളിലേക്ക് പോയി. ബാരിക്കൻഡ് എന്ന ആൾക്ക് ക്യാഷ് കൊടുത്തു. മെനേസസ് മണിയാണ്. മെനേസസ് മണി എന്നാൽ ത്രെട്ടനിങ്, ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണം വാങ്ങുന്നതാണ്. ഇഫ് അഡ്രിയൻ ഡസൻറ്റ് ഗിവ് ഹിം മണി ഹിൽ ബി ബീറ്റൺ അപ്പ്. അത്തരത്തിലൊരാളായിരുന്നു ബാരിക്കൻഡ്. അവനും പണം കൊടുത്തു. ദെൻ ബെർട്ട് ബാക്സ്റ്റർ, നേരത്തെ നാം മെൻഷൻ ചെയ്ത ഓൾഡ് പെൻഷനർ, സോഷ്യൽ വർക്കിന്റെ ഭാഗമായി അവൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾഡ് പെൻഷനർ. ആൻഡ് ഹി വെന്റ് ടു ഹിം ആൻഡ് ഹി വെയിറ്റഡ് ദർ ഫോർ സോഷ്യൽ വർക്കർ ബട്ട് ഹി ഡിഡിന്റ് കം. ദെൻ ഡിന്നർ കഴിച്ചു. ദെൻ ഡൊമസ്റ്റിക് സയൻസിന്റെ ഭാഗമായി അവൻ ആപ്പിൾ ക്രംബിൾ തയ്യാറാക്കി. ആപ്പിൾ ക്രംബിൾ എന്നാൽ ആപ്പിളിനെ സ്മോൾ പീസുകളായി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. മറ്റു സ്റ്റ്യൂഡ് ഫ്രൂട്ട്സുകളൊക്കെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേകം തയ്യാറാക്കുന്ന സ്വീറ്റ് വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഡൊമസ്റ്റിക് സയൻസിന്റെ ഭാഗമായി അവനത് തയ്യാറാക്കുകയാണ്. ദെൻ കെയിം ഹോം. Then he vacuumed hall, lounge, and breakfast room, peeled potatoes, chopped up cabbage, cut finger, rinsed blood of cabbage, put chop under grill, looked in cookery book for recipe for gravy, made gravy, stained lumps out with a colander, set table, served dinner, washed up, put burned saucepan into soak, got washing out of machine, everything blue including white underwear and handkerchief, hung washing on clothes hose, fed dog, ironed PE kit, cleaned shoes, did homework, took dog for a walk, had bath, cleaned bath, made 3 cups of tea, washed cups up, went to bed. Just my luck to have an assertive mother. ദെൻ വീട്ടിൽ തിരിച്ചതിന് ശേഷം വീട്ടിലെ ഹാള്, ലോഞ്ച്, സിറ്റിംഗ് റൂം ഓർ ലിവിംഗ് റൂം, ബ്രേക്ക്ഫാസ്റ്റ് റൂം ഒക്കെ പൊടി തട്ടി ക്ലീൻ ചെയ്തു. ദെൻ പൊട്ടാറ്റോയുടെ തൊലി കളഞ്ഞു, ക്യാബേജ് കട്ട് ചെയ്തു. ദെൻ പീൽഡ് പൊട്ടാറ്റോസ്, ചോപ്പഡ് അപ്പ് ക്യാബേജ്, ദെൻ കട്ട് ഫിംഗർ, റിൻസ്ഡ് ബ്ലഡ് ഓഫ് ക്യാബേജ്. റിൻസ്ഡ് കഴുകിക്കളയുക, അതായത് ഫിംഗർ കട്ട് ചെയ്തപ്പോൾ വന്ന രക്തം ക്യാബേജിൽ ഉണ്ടായിരുന്നു, അത് കഴുകിക്കളഞ്ഞു. ദെൻ നേരത്തെ തയ്യാറാക്കിയ ചോപ്സ് കുക്ക് ചെയ്തു. ദെൻ ഗ്രേവിയുടെ റെസിപ്പി മനസ്സിലാക്കാനായി കുക്കറി ബുക്ക് നോക്കി. അങ്ങനെ അവൻ ഗ്രേവി തയ്യാറാക്കി. കൊളണ്ടർ, ഫുഡ് ഡ്രെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പ ഉപയോഗിച്ചു കൂടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. ദെൻ സെറ്റ് ടേബിൾ, സെർവ്ഡ് ഡിന്നർ. ദെൻ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ, ചൂടുള്ള പാചക പാത്രങ്ങളൊക്കെ സോക്ക് ചെയ്യാൻ, നനച്ചെടുക്കാൻ വേണ്ടി അവൻ വെച്ചു. ദെൻ വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ അവൻ എടുത്തു. എവറിത്തിങ് ബ്ലൂ, ഏതോ ഒരു ഡ്രസ്സിൽ നിന്ന് കളർ ഇളകിയതിനാൽ ഹിസ് വൈറ്റ് അണ്ടർവിയർ ആൻഡ് ഹാൻഡ് കർച്ചീഫ് അടക്കം ബ്ലൂ കളറായി മാറിയിട്ടുണ്ടായിരുന്നു. അവ ക്ലോത്ത് ഹോസ്, ഡ്രസ്സ് ഡ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്തരമൊരു ഫ്രെയിമിൽ അത് ഉണക്കാനിട്ടു. ദെൻ ഡോഗിന് ഫീഡ് ചെയ്തു. PE കിറ്റ്, അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിറ്റ് അവൻ അയൺ ചെയ്ത് വെച്ചു. ഷൂസുകളൊക്കെ ക്ലീൻ ചെയ്തു. മറ്റു ഹോംവർക്കുകളൊക്കെ അവൻ
കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഡോഗിനെ നടക്കാൻ കൊണ്ടുപോയി. ദെൻ ടുക്ക് ബാത്ത് ആൻഡ് ക്ലീൻഡ് ബാത്റൂം. Then made 3 cups of tea and washed up these cups. Then went to bedroom. Then he said at last, just my luck to have an assertive mother. This word is clear indication that Adrian disliked all this housework. And moreover, it was a great burden to him because he is a teenager. Really, it is necessary to have his involvement in housework, but it should be gradually. Slow involvement. ഒരു കൗമാരക്കാരനായ അഡ്രിയാൻ ഇത്തരം നിരന്തരമായ വിശ്രമമില്ലാത്ത ഹൗസ് വർക്കിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് അസ്വസ്ഥനായിരുന്നു. വീട്ടുജോലികളിൽ ഇത്തരത്തിലുള്ള ഈ പ്രായത്തിലുള്ളവരൊക്കെ നിർബന്ധമായും പങ്കെടുപ്പിച്ച് ക്രമേണ അത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടതാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രാജുവലി. ക്രമേണയുള്ള ഇൻവോൾവ്മെന്റ് മാത്രമാണ്. ചെറിയ ചെറിയ ജോലികൾ കൊടുത്ത് ക്രമേണ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു രീതിയാകുമ്പോൾ തൃപ്തനായിക്കൊണ്ട് തന്നെ ഇൻവോൾവ് ആവുകയും ക്ഷീണിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുകയുമില്ല. അതിനാൽ നിലവിലെ ഈ ഹൗസ് വർക്ക് ഡിവിഷനിൽ തൃപ്തനല്ലാത്തതിനാലാണ് അവൻ ഇങ്ങനെ പറയുന്നത്. ഇത്തരമൊരു അസേർട്ടീവ് മദർ എനിക്കുണ്ടായതിൽ ഞാനൊരു നിർഭാഗ്യവാനായി പോയി എന്ന്. നെക്സ്റ്റ് എൻട്രി, വെനസ്ഡേ മാർച്ച് 18th. My mother and father are both speaking to solicitors. I expect they are fighting over who gets custody of me. I will be a tug-of-love child, and my picture will be in newspapers. I hope my spots clear up before then. Yes, this diary entry talks about his parents' divorce. Matters are becoming very bad in his home. His parents decided to depart. His parents decided to divorce. Legal dissolution of marriage, separation, partition. That is why they approaches solicitors, lawyers for this separation. But here Adrian doesn't care, doesn't bother about his parents and his own life without their presence. He thinks only that he will become a tug-of-love child. അവന്റെ ഫാദറും മദറും വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മത്സരിക്കും. ഓരോരുത്തരും തന്നെ ലഭിക്കാൻ വേണ്ടി അവർ കൂടുതൽ തന്നെ സ്നേഹിക്കും എന്നൊക്കെയാണ് അവൻ കണക്ക് കൂട്ടുന്നത്. They will fight each other to know who will get his custody. And also he thinking that he will become popular as his photo will be appeared in newspaper as part of the legal procedures. So here his serious issue is how his photo will appear in newspaper because there is a spot on his face. So it should be clean up. അവന്റെ അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താകുമെന്നോ അവരുടെ ജീവിതം എന്താകുമെന്നോ അതൊന്നും അവന് പ്രശ്നമാകുന്നില്ല. അവനാകെ പ്രശ്നമാകുന്നത് അവന്റെ മുഖത്തെ കലകൾ, പാടുകൾ ഉള്ളതിനാൽ അവന്റെ ഫോട്ടോ എങ്ങാനും ഇതിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ അതൊരു ഭംഗിക്കുറവുള്ള ഫോട്ടോ ആകും. അവന്റെ സ്പോട്ടുകളൊക്കെ ഇല്ലാതായി ഒന്ന് ഗ്ലാമർ ആവണം എന്ന ചിന്ത മാത്രമാണ് കൗമാരക്കാരനായ അഡ്രിയാനെ അലട്ടുന്ന ഒരേ ഒരു പ്രശ്നം. നെക്സ്റ്റ് എൻട്രി, Monday, September 14th. Full moon. School dinners are complete crap now. Gravy seems to have phased out along with custard and hot puddings. A typical menu is hamburger, baked beans, chips, carton of yogurt, and dog nut or a donut. It is not enough to build healthy bones and sinew. I am considering about making a protest to Mrs. Thatcher. It won't be our fault if we grow up a pathetic and lacking in moral fiber. Perhaps Mrs. Thatcher wants us to be too weak to demonstrate in the years to come. Yes, this is a full moon day. This entry talks about school dinners that served in school for students. Adrian Mole was not satisfied with these dinners. He thinks that this kind of food will weaken their health and better food is needed for healthy bones and muscles. That is why Adrian thinking to protest against there and to write Mrs. Thatcher, the Prime Minister of that time in Britain, about this kind of food which provide in schools that is insufficient. സ്കൂളിൽ വിതരണം ചെയ്യുന്ന ഡിന്നർ അതിൽ താൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നും അത് തങ്ങളുടെ ശരീരത്തെ വീക്കാക്കുന്ന ഫുഡാണെന്നും അതിനാൽ ഈ വിഷയം മിസ്സിസ് താച്ചറിനോട് പരാതിപ്പെടാനും അവൻ ഉദ്ദേശിക്കുന്നു. ക്രാപ്പ്, വേർത്ത്ലെസ്, പുവർ ക്വാളിറ്റി എന്നർത്ഥം. ഇപ്പോൾ അവർക്ക് കസ്റ്റാർഡ്,
മിൽക്ക് ആൻഡ് എഗ്സ് കൊണ്ട് നിർമ്മിക്കുന്ന പലഹാരം, ദെൻ ഹോട്ട് പുഡിങ്സ്. ഇവയുടെ കൂടെ ഇപ്പോൾ ഗ്രേവി കറിയും നിർത്തലാക്കിയിട്ടുണ്ട് എന്നാണ് അഡ്രിയാൻ പരാതിപ്പെടുന്നത്. ഫേസ്ഡ് ഔട്ട് ഗ്രാജ്വലി ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് റിമൂവ് ചെയ്യുക എന്നാണ്. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന മെനു എന്ന് പറയുന്നത് ഹാംബർഗർ, ബീഫ് കൊണ്ടൊക്കെ തയ്യാറാക്കുന്ന ബർഗറാണ്. ബാക്ക്ഡ് ബീൻസ്, കുക്ക് ചെയ്ത ബീൻസ്, അതുപോലെ ചിപ്സ്, കാർട്ടൺ ഓഫ് യോങ് ഹാർട്ട്, കട്ടിത്തൈര് എന്നൊക്കെ പറയാം, ഓർ ഡോഗ് നെറ്റ്, റിംഗ് ഷേപ്പിലുള്ള വടാന്നോ അല്ലെങ്കിൽ കേക്ക് എന്നൊക്കെ പറയാം. ഇതൊക്കെയായിരുന്നു അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുഡ്. ഇറ്റ് ഈസ് നോട്ട് എനഫ് ടു ബിൽഡ് ഹെൽത്തി ബോൺസ് ആൻഡ് സിനിയോ. ഈ ഭക്ഷണം അവരുടെ പേശികളൊക്കെ ആരോഗ്യമുള്ളതാക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്നാണ് അഡ്രിയാൻ പരാതിപ്പെടുന്നത്. അതിനാൽ തന്നെ അന്നത്തെ പ്രൈം മിനിസ്റ്ററായ മിസിസ് താച്ചറോട് പരാതിപ്പെടാൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷണം അവരുടെ ആരോഗ്യം ക്ഷയിപ്പിക്കും അഡ്രിയാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല അവൻ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണം നൽകുന്നതിലൂടെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്കെതിരെ, ഭരണകൂടങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ, തങ്ങളെ വീക്കാക്കാൻ വേണ്ടിയാണ് പ്രൈം മിനിസ്റ്ററും മറ്റും ഇത്തരത്തിലുള്ള ഭക്ഷണം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുമാണ് അവൻ വിശ്വസിക്കുന്നത്. Really, their typical menu is not bad, but Adrian consider this is too bad. So let us conclude that Adrian is overconscious on his body and health. That is why he is thinking school dinners are complete crap now. Next entry, Friday, November 13th. Pandora and I had a frank talk about our relationship tonight. She doesn't want to marry me in 2 years' time. She wants to have a career instead. This diary entry talks about serious discussion about future life of their relationship. The relationship between Adrian Mole and Pandora. Really, both of them are teenagers and young. But Adrian wanted to marry her in coming 2 years. But she was not ready. She didn't want to marry him in 2 years of time. അന്ന് അഡ്രിയാൻ്റെയും പണ്ടോറയ്ക്കും ഇടയിൽ വളരെ സീരിയസ് ആയൊരു ടോക്ക് നടക്കുകയാണ്. വളരെ ഫ്രാങ്ക് ആയൊരു ടോക്കായിരുന്നു അത്. പണ്ടോറയെ 2 വർഷത്തിനുള്ളിൽ വിവാഹം ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം, തൻ്റെ താല്പര്യം അവളെ അറിയിക്കുന്നു. പക്ഷേ ഈ ഒരു കാലയളവിനുള്ളിൽ അഡ്രിയാനെ വിവാഹം ചെയ്യാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു പണ്ടോറയുടെ മറുപടി. ഷി വാണ്ട്സ് ടു ഹാവ് എ കരിയർ ഇൻസ്റ്റെഡ്. ഇൻസ്റ്റെഡ് ഓഫ് മാരിയിങ് ഹിം, ഷി വാണ്ട് ടു ഗോ യൂണിവേഴ്സിറ്റി and have a good education and get a good job. That was her plan. അതിൽ അഡ്രിയാൻ ഇപ്പോൾ 13.25 വയസ്സ് മാത്രമാണ് പ്രായം. ഇനി 2 വർഷമാകുമ്പോഴേക്ക് 15-16 വയസ്സാകും. 16 വയസ്സിനുള്ളിൽ വിവാഹം ചെയ്യാനുള്ള അവൻ്റെ ആഗ്രഹം ഒരു നിലക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കമായിരുന്നില്ല പണ്ടോറ. മറിച്ച് അവൾക്ക് നല്ലൊരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പോകണമെന്നും നല്ല വിദ്യാഭ്യാസം നേടണമെന്നും അതിലൂടെ നല്ലൊരു ജോലി നേടണമെന്നുമായിരുന്നു പണ്ടോറയുടെ ആഗ്രഹം. Naturally, I am devastated by this blow. I told her I wouldn't mind her having a job, a little job in a cake shop or something after our wedding. But she said she intended to go to university and that only time she would enter a cake shop would be to buy a large crusty. Harsh words were exchanged between us. Hers were harsher than mine. Adrian devastated, destroyed by this sudden reaction. And he won't mind her to have a little job. But she clearly replied that she want to go to university and get a good job. And she don't want this kind of small jobs, little jobs in a shop. And she will enter this kind of cake shop. It is only to buy a large crusty. പണ്ടോറയുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ രൂപത്തിലുള്ള മറുപടി അവനാകെ അസ്വസ്ഥനാക്കുന്നു, അവനാകെ തകർത്തു കളയുന്നു. അവളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള പഠനവും വലിയ കരിയർ ലൈഫും ഉയർന്ന ജോബുകളൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത ഒന്നും ആ സമയത്ത് അഡ്രിയൻ ആയിരുന്നില്ല. എന്നാൽ വെഡ്ഡിങ്ങിന് ശേഷം ചെറിയ കേക്ക് ഷോപ്പുകളിലോ മറ്റോ ചെറിയ ജോലികളൊക്കെ ചെയ്യാമെന്നാണ് അവൻ്റെ നിലപാട്. എന്നാൽ അത്തരത്തിലുള്ള ചെറിയ ഷോപ്പുകളിലൊന്നും ജോലി ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്നും, എങ്ങാനും കേക്ക് ഷോപ്പുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് ക്രസ്റ്റി ബ്രെഡ് വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കുമെന്നും, ഇത്തരം ജോലി ആവശ്യാർത്ഥം ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ ഒരിക്കലും ഞാൻ കയറില്ല എന്ന് തന്നെയാണ് പണ്ടോറ ഉറച്ചു പറയുന്നത്. അന്ന് അവരുടെ സംസാരം വളരെ ഹാർഷായിരുന്നു, വളരെ റഫായി അൺപ്ലസന്റ് ടോക്കായിരുന്നു അതിനുശേഷം അവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ പരുക്കൻ വാക്കുകളിലാണ് അവൾ സംസാരിച്ചത് എന്നാണ്
അഡ്രിയാൻ എഴുതി വെക്കുന്നത്. ഒരുപക്ഷെ ഇത് അഡ്രിയാന്റെ മാത്രം വിലയിരുത്തലാവാം. സാധാരണഗതിയിൽ നമുക്കിടയിൽ ചില തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ എതിർഭാഗത്തുള്ളവരാണ് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചത്, നമ്മൾ ക്ലിയർ ആണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കാറുള്ളത്. ഒരുപക്ഷെ ആ തരത്തിലുള്ള വിലയിരുത്തൽ ആവാം. ഓക്കെ, നെക്സ്റ്റ് എൻട്രി സൺഡേ ജാനുവരി 10th. Sunday, January 10th, fast after Epiphany. I can understand why my father looks so old at 41 compared to President Reagan at 70. My father has no work or worries, yet he looks dead haggard. Poor President Reagan has to carry the world's safety on his shoulders, yet he is always smiling and looking cheerful. It doesn't make sense. Yes, this is the last entry and this is fast after Epiphany. എപ്പിഫനി എന്താ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയലൈസേഷൻ. ഇവിടെ എന്താണ് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുമ്പുള്ള എൻട്രിയിൽ നിന്ന് മനസ്സിലാക്കി. റിയലൈസേഷൻ അബൌട്ട് പണ്ടോറസ് കരിയർ പ്ലാൻ. അവൻ ധരിച്ചു വെച്ചതിൽ നിന്നും വിഭിന്നമായി പണ്ടോറയ്ക്ക് പ്രത്യേക ഡ്രീം ഉണ്ടെന്നും കരിയർ പ്ലാൻ ഉണ്ടെന്നും വലിയ എഡ്യൂക്കേഷൻ സ്വപ്നം കണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നൊക്കെയുള്ള മനസ്സിലാക്കൽ, തിരിച്ചറിവ്. Then previous entry was from November 13th and this entry January 10th. ഈ എൻട്രികൾ തമ്മിൽ ഏകദേശം 2 മാസത്തെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ പഴയ ചിന്തകളും പഴയ കാര്യങ്ങളൊക്കെ അവൻ വിട്ടു. ഇപ്പോൾ അവന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. Here Adrian compare his father with President Reagan, fourth US President Ronald Reagan. Ronald Reagan now is at 70 years, but his father now 41. But he thinks his father looks so old than Reagan. And moreover, his father has no work and worries. But poor President Reagan has to carry the world's safety on his shoulder. Yet he is smiling and looking cheerful. ഇവിടെ അഡ്രിയാൻ തൻ്റെ ഫാദറിനെ പ്രസിഡന്റ് റീഗനുമായി കമ്പയർ ചെയ്യാണ്. റീഗൻ യഥാർത്ഥത്തിൽ 70 ഇയേഴ്സ് ഓൾഡ് പ്രായമുണ്ട്, എന്നാൽ അവൻ്റെ അച്ഛന് 41 ഇയേഴ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്നാൽ റീഗനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്നത് തൻ്റെ അച്ഛനാണ് എന്നാണ് അഡ്രിയാൻ പറയുന്നത്. അവൻ വിശ്വസിക്കുന്നത് അച്ഛന് കാര്യമായ ജോലികളോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന മറ്റു സാഹചര്യങ്ങളോ ഇല്ല എന്നാണ്. എന്നാൽ പ്രസിഡന്റ് റീഗന് ലോകത്തിൻ്റെ തന്നെ സമാധാനം തൻ്റെ ഉത്തരവാദിത്തമായി മറ്റു വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് വളരെ cheerful ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്രിയാൻ തൻ്റെ ഡയറി കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. മുമ്പ് മറ്റു എൻട്രികളിലൊക്കെ നാം കണ്ടതുപോലെ മെച്ചോർഡ് ഇല്ലാത്ത ഒരു കൗമാരക്കാരൻ്റെ ചില ചിന്തകളായിട്ട് തന്നെയാണ് നമുക്ക് ഇതും വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതായത് പൊളിറ്റിക്സിലും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഫേമസ് ആയ ആളുകളുടെയൊക്കെ തന്നെയും അപ്പിയറൻസ് പലപ്പോഴും കൂടുതൽ യങ്ങായി തോന്നുകയും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലും തന്നെയായിരിക്കും. ഒരുപക്ഷെ 70-60 ഏജുള്ള ആ ഒരു പ്രായത്തിലുള്ള ആളുകളെ പോലും വളരെ യങ്ങായി cheerful ആയിട്ട് നമുക്ക് ഇത്തരം മീഡിയകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്. എന്നാൽ അതേ പ്രായത്തിലുള്ളവരോ അതിനേക്കാൾ ചെറിയ പ്രായത്തിലുള്ള ആളുകളെയൊക്കെ പലപ്പോഴും അതിനേക്കാൾ ഓൾഡ് ആയിട്ടും വളരെ ടയേർഡായിട്ടും ഒക്കെ നാം കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ചെറുപ്പം നിലനിർത്താനും മീഡിയകളിലും മറ്റും ഈ ഒരു ആകർഷണീയമായ അപ്പിയറൻസിനു വേണ്ടി ഒരുപാട് പണവും സമയവും ചെലവഴിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഈവൻ അതിനുവേണ്ടി സർജറി വരെ ചെയ്യാറ്. ദാറ്റ്സ് വൈ ദേ ലുക്ക് സോ യങ് ആൻഡ് cheerful. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പക്വത ആ ഒരു സമയത്ത് ഉണ്ടാവില്ല എന്നതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു കൗമാരക്കാരൻ്റെ നോർമൽ ലൈഫ്, ആ ഒരു ലൈഫിൽ ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ, ആഗ്രഹങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡയറി എൻട്രിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.